അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാവുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തിട്ട് ചെറുപ്പക്കാർക്കൊക്കെ ഇലക്ഷന് മുന്നേ ചെയ്യാത്തത് ഒരു നിശ്ചിത പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നതെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പ്രായമുള്ള പാരൻസിനുമായിട്ട് നമ്മൾ കാറിൽ ഇരുത്തിയിട്ട് ലോങ് റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ നിയമം ഉണ്ടായിരുന്നു, തീരെ ടിൻറ്റ് പാടില്ല എന്നുള്ള. നാട്ടിലെ ചൂടിൻ്റെ അവസ്ഥ അറിയാലോ, ഒരു പ്രത്യേക കുത്തലാണ്. ഈ കുത്തലിൽ ഉപ്പയമ്മയും പ്രായമുള്ള ഉപ്പയമ്മയും വണ്ടിയിൽ നിന്ന് പോകുന്ന കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കടക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറിയ മക്കളെയും കൊണ്ട് പോകുമ്പം ഫീഡ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് മാറുപുറത്തിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബസ്സിലെല്ലാം പോകുമ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് കാണും. അപ്പോൾ ഒരു 50% ഒക്കെ ഇവിടെ അലോ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിൽ അലോ ചെയ്യുക. എല്ലാവരും കള്ളക്കടത്തിനും ആൾക്കാരെ കൊല്ലാനും എല്ലാം വണ്ടി ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് വണ്ടിക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണെന്ന് പറയും. കേന്ദ്രത്തിന് നിയമം ഉണ്ടെങ്കിലും ഓരോ സംസ്ഥാനങ്ങളും അവരെ രുചിക്കനുസരിച്ചിട്ടാണ് ഈ നിയമം മാറ്റിമറിക്കുന്നത് എന്ന വസ്തുത വേണം. നമ്മൾ പ്രളയത്തിൻ്റെ സമയത്ത് നല്ല സസ്പെൻഷനും വലിയ ടയറൊക്കെ ഇട്ട വണ്ടികൾ, ആ വണ്ടികൾ ഒരുപാട് പേരെ ഉപകാരത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ആ വാഹനങ്ങളൊക്കെ MVD വേട്ടയാടി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ആരോഗ്യം നശിപ്പിക്കാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറയുന്നത് തീർത്തും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത്. വാഹനത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആവശ്യമായ രീതിയിൽ. കാരണം ഒരു ഇന്നോവൻ്റെ ആക്ച്വൽ കോസ്റ്റ് ടൊയോട്ടോക്ക് കിട്ടുക, നമ്മൾ 35 ലക്ഷം റുപ്യം കൊടുത്ത് വാങ്ങിക്കുന്ന ഇന്നോവയ്ക്ക് അവർക്ക് കിട്ടുക മാക്സിമം 18 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി വരുന്ന മൊത്തം തുക കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ടാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 18 ലക്ഷത്തിൽ ഒതുക്കണം ഇതിൻ്റെ കോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം കോസ്റ്റ് കട്ട് ചെയ്യുക. ലെതർ ക്വാളിറ്റി, അലോയ് വീലിൻ്റെ ക്വാളിറ്റി, ഡിസ്ക് ബ്രേക്കിൻ്റെ ക്വാളിറ്റി, എക്സോസിൻ്റെ ക്വാളിറ്റി ഒക്കെയാണ്. ഞാൻ റീസെൻ്റ്ലി 8,60,000 റുപ്പീസിൻ്റെ ഒരു ബൈക്ക് ഹോണ്ടൻ്റെ പോയി നോക്കി. എക്സോസ് ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എക്സോസിൻ്റെ സൗണ്ട് എല്ലാം ആൾക്കാർ അടങ്ങാറാക്കുന്നില്ല. ചില സൗണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ട്യൂൺ ചെയ്ത സൗണ്ടും പെർഫോമൻസിൽ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ എനിക്ക് തോന്നിയ എക്സോസിലും ഡിസ്ക് ബ്രേക്കിലൊക്കെ കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട് കമ്പനി. അപ്പോൾ അവിടെ വാഹനപ്രേമി എന്താക്കും, ആ വണ്ടിയുടെ ആരോഗ്യം ഒന്നും കൂടി ഉഷാറാക്കുന്ന രീതിയിലുള്ള എക്സോസും ഡിസ്ക് ബ്രേക്കൊക്കെ ഇടും. MVDയോട് എനിക്ക് പറയാനുള്ളത്, വാഹനത്തിൻ്റെ ആരോഗ്യം നോക്കിയിട്ടുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കണം. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിച്ച പല വണ്ടികളുടെയും പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് അല്ലെങ്കിൽ ആക്സസറീസുകളാണ് വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം, എക്സോസ് ആയാലും റിം ആയാലും എല്ലാ കാര്യങ്ങളും ടാക്സോട് കൂടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ലീഗലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ പർച്ചേസ് ചെയ്ത സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇല്ലീഗലാവുക? എന്നാൽ അങ്ങനെയുള്ള ആക്സസറീസ് വിൽക്കുന്നത് ആദ്യം ഇല്ലീഗലാക്കണ്ടേ? അതിനൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ടാക്സ് കൊടുത്ത വാഹനത്തിൽ ഈ ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ദയവേത് വണ്ടിപ്രാന്തന്മാരുടെ ഈ ഒരു നൊമ്പരം നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.